ഹലോ ഗായ്സ്. സോ നമ്മൾ ഇന്ന് യൂറോ ട്രക്ക് സിമുലേറ്ററാണ് കളിക്കുന്നത്. ആൻഡ് കുറേ പൊട്ടത്തരങ്ങളും മാസ്മരിക ഡ്രൈവിങ്ങും എല്ലാം കാണാൻ പറ്റും. ഞാനും എക്രി മാത്രമേ ഉള്ളൂ ഈ പ്രാവശ്യം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആരല്ല നമ്മുടെ സെയിം ട്രെയിലറുള്ള വേറൊരുത്തൻ കാട്ടിനകത്തൊക്കെ വണ്ടി കയറ്റി നിർത്തിക്കുന്നത്. ഡേ ആറാ നീ? ആറാ നീ? ഏതാടാ ഇത് ബൂട്ടിൽ മിന്നിയാ? അയ്യോ നീയാ? നീ എങ്ങോട്ട്? ഞാനെടാ മറ്റേ ഷെൽബി അണ്ണന്റെ ഒരു തേൻ കൊടുക്കണം. എന്ത് ഷെൽബി അണ്ണന്റെ തേൻ ഡെലിവറി ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എന്തിനാ അവിടെ ഇരിക്കുന്നത്? നീ എന്ത് ചെയ്യുന്നേ? ഷെൽബിയണ്ണന്റെ തേൻ കൊടുക്കാൻ നിൽക്കൂല്ലേ? ശരി, ഷെൽബി അണ്ണന്റെ തേൻ ഒളിപ്പിക്കല് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. നീ എങ്ങോട്ടാ പോകുന്ന? സ്ഥലം ഏതെന്നെ? ഞാൻ UK. ഡെലിവറി ചെയ്യേണ്ട സ്ഥലം? ഓ UK. എടാ UK എവിടെ? ന്യൂകാസിൽ. എനിക്ക് ന്യൂകാസിലാ. ശരി, വേട്ടാവളെ രണ്ടുപേർക്കും ഒരേ ജോലി വന്നു. പക്ഷെ ഞാനായിരിക്കും ആദ്യം എത്തുന്നത് കേട്ടോ. അപ്പൊ കാണാം. ഐ മീൻ മുതലാളി. അതെ, ഞാൻ എവിടെ പോന്നെ? കുഴി ഇതൊക്കെ പോണ്ടില്ല. തുടങ്ങിയിട്ട് 2 മിനിറ്റ് ആയില്ലല്ലോ. മോഹൻലാൽ ഫാനാണ്. തുടങ്ങിയിട്ട് 2 മിനിറ്റ് ആയില്ലല്ലോ. ഞാൻ എടുക്കൂ ഡിഫറൻഷ്യല്. സോ എന്തായാലും നിങ്ങളോട് മാത്രം ഞാൻ ഒരു കാര്യം പറയാം. ഷെൽബിയണ്ണൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യം കൊണ്ട് എത്തിക്കുവാണ് നമുക്ക് ഷെൽബിയണ്ണൻ പേഴ്സണലി മന്തി മേടിച്ചു തരുവാണ്. എന്താ കേട്ട മന്തിയോ? ഒന്നുമില്ല. ഷെൽബിയണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമോ? നിനക്ക് അറിഞ്ഞൂടത്. അപ്പൊ ഗൈസ്, നമ്മളിത് ആദ്യം എത്തിക്കുവാണെങ്കിൽ നമുക്ക് മന്തി കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്കറിയാം, റെട്രോനെ അറിയാവുന്നവർക്കറിയാം, റെട്രോയും മന്തിയും തമ്മിലുള്ളൊരു ബന്ധം. പീപ്പിൾ ലൈക്ക് എക്രി എൻ്റെ മുമ്പിൽ വെച്ച് മന്തി എന്ന് പോലും പറയത്തില്ല. കാരണം മന്തി എന്ന് പറഞ്ഞ് ഞാൻ ചാടി എണീക്കും. എക്രി, ഞാനൊരു സത്യം പറയട്ടെ. ഇനി എക്രി, ഷെൽബി അണ്ണൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ഡെലിവറി ആദ്യം ചെയ്യുന്നവർക്ക് മന്തി മേടിച്ചു തരുമെന്ന്. ശരിക്കും നിങ്ങളോടല്ലേ പറഞ്ഞേ? എന്നോടായിരിക്കും. ആദ്യം എത്തുന്നവരെന്നാ പറഞ്ഞേ, ആരോടാന്ന് പറഞ്ഞിട്ടില്ല. എക്രീനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഒരു വെള്ള ട്രെയിലർ പോകുന്നുണ്ട്. കാരണം ഇൻഡിക്കേറ്റർ ഇപ്പുറത്തെ സൈഡ് നോക്കിയിട്ട് പോകുന്നു. ഗൈസ്, ഇവനാ പറയുന്നത് എന്തുകൊണ്ട് തട്ടി. എക്രി ഇതാണ് നിങ്ങളുടെ എക്രിയുടെ തനി. അതിലൊന്നും കുഴപ്പമില്ല. നമ്മളെന്തെങ്കിലും ചെയ്താൽ കുറ്റം. എന്താ അനക്കൊന്നും ഇല്ലല്ലോ? ജീവനുണ്ടോ? ഹലോ ഇന്റർകോം ചെക്കിംഗ്. ഹലോ. ശരി, സർവീസ് ആന്ന് പറഞ്ഞിട്ട് കൊറേ ദൂരെ സ്കിപ്പ് ചെയ്ത് എന്റെ കളി. ഞാനാ കഴുകാൻ കൊണ്ടുവന്നപ്പോ ഇവിടെ കൊണ്ടിട്ട്. അല്ല, ഞാൻ കള്ളൻ. ഷെൽബിയണ്ണ ചോറല്ലുണ്ട് ചപ്പാത്തി എനിക്ക് വേണാക്കട്ടെ. ഷെൽബിയണ്ണ റെട്രോ പാക്കർ വന്ന് പെരിയ കള്ളൻ. മത്സരോട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മത്സരോട്ടം നിങ്ങൾ അതാണ് ഇനി കാണാൻ പോകുന്നത്. മത്സരോട്ടം. റെട്രോ വി എക്രി ഇടിച്ച് കൊല്ലാൻ നോക്കുകയാണോ? ഞാൻ പോലല്ല, നീ ഒരു മരത്തിലിടിച്ചത്. ലോറി
മത്സരോട്ടം. ഡാ പട്ടി, ഡായ്, ഡായ്. റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പറയട്ടാ അണ്ണൻ ശല്യപേട്ടനെ വിളിക്കട്ടെ. ഇത് കൊള്ളാം. ചുമ്മാ റോഡിൽ കൂടെ പോയി തന്നെ ഇടിച്ചിടാം. ചുമ്മാ റോഡിൽ കൂടെ ഞാൻ ഓവർടേക്ക് ചെയ്തിട്ട് എന്റെ ലൈനിൽ കയറി പട്ടി, ഡായ്, ഡായ്. ഞാൻ നിയമം പാലിക്കാതെ ഓടിക്കത്തില്ല. എന്റെ സ്പീഡ് ലിമിറ്റ് 60. ഞാൻ 60 പോയി. ചേട്ടനെ പേടിപ്പിച്ച് ഞാന് 60 റോഡ് പണിയുണ്ടേ. ഞാനും 60 പോകുന്നത്. 60ന്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ പോയിട്ടില്ല. ഞാൻ ഷെൽബി അണ്ണന് ക്ലിപ്പ് അയച്ചു കൊടുക്കും. വണ്ടി പോയിട്ട് തീർന്ന ഓരോ വട്ടത്തിലും മുടി ഇടിച്ചിട്ടേക്കും. ഞാനും ചാടിച്ചാടിയാ പോവത്. ചുമ്മാ അസംബന്ധം പറയല കേട്ടോ. ഇങ്ങനെ Bro, what the actual fuck? ഉറങ്ങാൻ കയറുവാണ്. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയാണ്. ഇതുവരെ നമ്മൾ ഒരു നിയമം പോലും തെറ്റിച്ചിട്ടില്ല. എങ്ങനെ ഇരിക്കണം? ദൈവം തെറ്റിച്ചിട്ടെന്ന് പറഞ്ഞു ഒരുത്തനെ കൊന്നു തുടങ്ങിയാണ്. എന്താ ആംബുലൻസിന്റെ ടൂൺ? എന്താ ഞാൻ കണ്ടത്? നീ എവിടെയും പോകത്തില്ല. ഓ വാവ്. അയ്യോ പോയിട്ട് നാളെ എടാ കറക്റ്റ് വയ്യില് തെന്നി കേറിയത്. എടാ ഞാൻ ബ്രേക്ക് ചവിട്ടുമ്പോ എന്റെ അതിനകത്ത് എന്തോ ഒരയുന്ന സൗണ്ട്. ബ്രേക്ക് പാഡായി. ഇത്രയും ട്രാഫിക് എന്താണ്? ഓ ദ ഡ്രാഗൺ വാരിയർ. എങ്ങനെ ഇരിക്കണം? കുഞ്ഞോന്റെ മോനി എന്താ ഒന്നേടാ. എവറിത്തിങ് ഈസ് സേഫ് ആൻഡ് സൗണ്ട്. മന്തി താ മുതലാളി. ഞാൻ നീ എത്തിയോ? ഇന്നല്ലാണ്ട് അതുകൊണ്ടപ്പോന്ന് കേസക്രി ഞാൻ എത്തി. ഇതാ സ്ഥലം മന്തി ഇരിക്ക. നീ എത്തിയില്ലല്ലോ. അത് കേറി പാർക്ക് ചെയ്യണം. ആദ്യം പാർക്ക് ചെയ്യുന്നവർക്കേ ഉള്ളൂ. അങ്ങനെ ഇല്ല. ഇവിടെ എത്തിയാ മതി. അണ്ണം പറഞ്ഞായിരുന്നു ഇവിടെ എത്തിയാ മതി. പാർക്ക് ചെയ്യാൻ അച്ചെടുക്കണു. ഉദ്ദേശിക്കല്ലേ പാർക്ക് ചെയ്യാൻ പോകും. നോക്കുളിച്ചായിട്ട് രക്ഷപ്പെട്ട്. റിവേഴ്സ് ഗിയർ റെട്രോ. 2000 years later. അത് തന്നെ ഒന്ന് പറയാവോ? അടയാളപ്പെടുത്ത് ദൂരങ്ങൾ നിലയ്ക്കുന്ന സമയം. ഡാമേജ്ഡാ.